ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് ഞാൻ ദേ ഒരാളെ വിളിക്കാനായിട്ട് പോവാണ് കേട്ടോ. അതാരാന്ന് ഞാൻ പിന്നെ പറയാം. എല്ലാ പ്രാവശ്യവും കൂടെ ആരെങ്കിലുമൊക്കെ വരും. എന്നാൽ ഇത്തവണ ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ടൈം ഒരുപാട് ഉള്ളത് കൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഓൾ ടൈം ഫേവറേറ്റ് സ്പോട്ടായ ചായക്കാരിയിലാണ് ഞാൻ പോയത്. ഇത് എൻ്റെ ഫേവറേറ്റ് ആണേ. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇന്ന് വലിയ ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ ദേ വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നേരെ പോവാം. അപ്പോൾ ഞാൻ വിളിക്കാൻ പോയത് എൻ്റെ ഹസ്ബൻഡിനെയാണേ. ഒറ്റയ്ക്ക് പോയി സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ മക്കളെ കൊണ്ടുവന്നില്ലേ എന്നാ എന്നോട് ചോദിച്ചേ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം 2:30 ആയി. എങ്കിൽ പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നേരത്തെ കഴിച്ചതല്ലേ ഉള്ളെന്ന്. അത് കഴിഞ്ഞൊരുപാട് ഞാൻ വെയിറ്റ് ചെയ്തു. വിശപ്പ് വരാൻ പ്രത്യേകിച്ച് കാരണവും കഴിക്കാൻ പ്രത്യേകിച്ച് ടൈമും വേണ്ടല്ലോ. അങ്ങനെ ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് വിട്ടു. ഒരുപാട് നാൾ കഴിഞ്ഞ് അതും സർപ്രൈസായിട്ട് ഡാഡിയെ കണ്ടപ്പോഴുള്ള സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊക്കെയല്ലേ നമ്മുടെയും സന്തോഷം. ഇവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാതെ ദേ വേറൊരാൾ കൂടി ഇവിടെ ഉണ്ട്. ഇനി അവരായി അവരുടെ ലോകമായി.